എല്ലാവരും വരി എൻ്റെ കുറച്ച് ദിവസം മുന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം നമുക്ക്. ഞാൻ നേരം വെളുത്ത് നീച്ച് വന്നപ്പോൾ എൻ്റെ ഉമ്മ ദാ ദോശ അങ്ങനെ കലക്കി പാരുന്നുണ്ട് കേട്ടോ. ഓട്ടട കഴിഞ്ഞിട്ടോ, ദോശ അല്ലേ. ആദ്യം തന്നെ തൊള്ളയിൽ നിന്ന് നുണയാണല്ലോ വരുന്നത്. എത്തായാലും ഒക്കെ ഒരേ മാവന്നെ. അങ്ങനെ ഞാൻ എൻ്റെ പല്ലേപ്പും കക്കൂസ്കോലും ചായയുടെയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ തന്നെ ഉമ്മ ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡും ഒരു അരി ചാക്ക് കൊടുത്തന്നാട്ട് പറഞ്ഞിട്ടോ. പോയാട്ട് അരി വാങ്ങിയിട്ട് വരെ അറിഞ്ഞ്. അപ്പം ഞാൻ പിന്നെ വണ്ടി എടുത്താട്ട് നേരെ വിട്ടിട്ടോ. എളാപ്പൻ്റെ കുട്ടീൻ്റെ അതിന് കൂടെ റോട്ടുമ്മലാണെങ്കിൽ പണി നടക്കാട്ടോ. ഫുള്ള് കൊണ്ടും കുജുവാണ്. ഇത് ബോട്ടിൻ്റെ മുന്നുള്ളതാട്ടോ. ബോട്ടാവുമ്പോൾ ഉണ്ടല്ലോ ഒരു തിരക്കൂട്ടി നന്നാക്കൽ, അതാപ്പട്ടെ കാണുന്നത്. അങ്ങനെ റോഡും തോടും കുണ്ടും കുജും ഒക്കെ താണ്ടിയാട്ട് റേഷൻ പീടികയിലെത്തിട്ടോ. റേഷൻ പീടികയിലെത്തിയപ്പം വലിയ പരിയൊന്നും ഇല്ല എന്നിട്ടോ, തിരക്കൊന്നും ഇല്ലേ. അങ്ങനെ നേരെ ഞാൻ എൻ്റെ കൈ അതിനെ പതിപ്പിച്ചാൻ വേണ്ടിയിട്ട് കജ്ജി വെച്ച് കൊടുത്തിട്ടോ. അങ്ങനെ 5 എൻ്റെ കജ്ജ് ഇതിമേലെ എപ്പം കൊണ്ടുവച്ചാൽ ഉച്ചയ്ക്ക് കേട്ടോ. അതിൻ്റെ ഒരു മാഞ്ഞാളം കൊഞ്ചലാണ്. കുറച്ച് നേരം കഴിഞ്ഞാലേ ഇങ്ങോട്ട് പതിഞ്ഞ് വരുള്ളൂ. അങ്ങനെ നമ്മൾ അരിയൊക്കെ തൂക്കിയായിട്ട് ചാക്കാക്കിട്ടോ. കെട്ടാൻ തുണിക്കാണ്ടം കൊണ്ടാകത്തോണ്ട് അവിടെ നിന്ന് കിട്ടിയൊരു ചാക്ക് നൂലെടുത്തായിട്ട് മെല്ലെ അങ്ങോട്ട് ചുറ്റി വലിഞ്ഞ് കെട്ടിട്ടോ. അങ്ങോട്ട് പിന്നെ നേരെ വണ്ടീൻ്റെ മുന്നിൽ എടുത്ത് വെച്ചത്. പിന്നെ പീടിയെന്ന് പോയി കുറച്ച് സാധനം വാങ്ങിയിട്ടോ. അതാണ് നമ്മളെപ്പോഴും സാധനം വാങ്ങണ പീടിയ. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ട് പിന്നെ നേരെ അങ്ങ് പോരുമ്പം കണ്ട കാഴ്ചേനായിട്ട് ഇതൊക്കെയാണ് ഒരു കാക്കയും താത്തയും ഇങ്ങനെ നടന്നുകൊണ്ട് നല്ല രസമല്ലേ. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് ഈ കല്ലാമർത്തിയൊക്കെ ഇപ്പോൾ ഈ മോഡലാണ്. പണ്ടൊക്കെ വേറൊരു മോഡലായിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പെരയൊക്കെ തന്നെ എത്തിട്ടോ. അങ്ങനെ ചാക്ക് നേരം അങ്ങോട്ട് അടുക്കളയൊക്കെ കൊണ്ടുവച്ച് കൊടുത്ത് നമുക്ക് വിറ്റായിട്ടോ. ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ള ഐഡിയ ആയല്ലോ. അല്ലെങ്കിൽ റേഷൻ പീടികത്തെ അരിൻ്റെ ചോറിന് വേറൊരു രസം തന്നെ. പെരയിലെത്തിയാട്ടെ ഞാൻ പിന്നെ നേരെ ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെ വെള്ളവും എത്തൊരു കടി ഉണ്ടായിട്ട് അവിടുത്തെ കൂട്ടി. പിന്നെ 2 ചക്ക ഉണ്ടായിട്ട് അവിടെ അടിച്ചക്ക. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കലെടുത്തിട്ട് പിന്നെ നേരെ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കജ്ജിമലാക്കി നല്ലോണം അങ്ങോട്ട് തേമ്പി പിടിപ്പിച്ചിട്ടോ. പിന്നെ ചക്കൻ്റെ പഴഞ്ഞതിന് മേത്താണ്ടെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല അതിൻ്റെ ഞെട്ടി ഇങ്ങോട്ട് വെട്ടി നോക്കിയപ്പോൾ നല്ല പഴഞ്ഞീന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ലോണം പഴഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ചേരി തുപ്പെടുത്താട്ട് നല്ലോണം അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ടോ. ഒപ്പിയാട്ട് പിന്നെ അടുപ്പ് കൊണ്ടുപോയിട്ട് പിന്നെ ചക്ക എടുത്താട്ട് അതിൻ്റെ കരിയോളം മുഴുവൻ വെട്ടി നന്നാക്കലെടുത്തിട്ടോ. എല്ലാ കരിയോളിൻ്റെ എല്ലാ സൈഡും ആദ്യം നമുക്ക് നല്ലോണം വെട്ടി അങ്ങോട്ട് ഒഴിവാക്കി ഉണ്ടാക്കണം കേട്ടോ. അതിന് കുറച്ചൊക്കെ നല്ല മനക്കടും ഉണ്ട് കേട്ടോ. അപ്പം ജാതി പണിക്കൊക്കെ നിൽക്കണവർക്ക് ആദ്യം തന്നെ കുറച്ചൊക്കെ ഒരു ക്ഷമ ഉണ്ടാകേണ്ടി കേട്ടോ. വലിയ ക്ഷമൊന്നുമില്ല, എന്നാലും ഇവിടെ നിൽക്കുക തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ ചക്ക മുഴുവൻ വെട്ടി മുറുക്കി നന്നാക്കി കഴിഞ്ഞപ്പോഴുള്ളൊരു കജ്ജിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇതവിടെ നോക്കിയാണ് ഈ ബളഞ്ഞീനെ ഇങ്ങനെ ഒട്ടി പിടിച്ച മേത്ത്. പിന്നെ കത്തിമലായ ബളഞ്ഞീനൊക്കെ ഞാൻ നല്ലോണം വെളിച്ചെണ്ണ ഇട്ടാട്ട് ഒരതി നോക്കിയിട്ട് കജ്ജുകൊണ്ട് കുറേ ഒരതിട്ട് പോവില്ലേ. പിന്നെ ഒരു ചേരി തുപ്പെടുത്താട്ട് ചേരി തുപ്പുകൊണ്ട് നല്ല ഒരതി ഉണ്ടാക്കിയിട്ടോ. കത്തി നന്നാക്കൽ കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ചണ്ടിയും ചരക്കുമൊക്കെ നേരെ അടിച്ചുകൂട്ടി ഭാര്യയായിട്ട് നേരെ കുപ്പയെ കൊണ്ടുപോയി ഇട്ടാഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചക്ക നേരെ തേച്ചാക്കി നന്നാക്കിയായിട്ട് ചട്ടിക്ക് ഇട്ടിട്ടോ. ചട്ടിക്ക് ഇട്ട് പിന്നെ നേരെ അടുപ്പത്ത് തിരിച്ചു കൂട്ടാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ ആദ്യം വെളുക്കത്തിച്ച് പിന്നെ 2 ഓലോടി എത്തിച്ച് പിന്നെ ചേരി പൊളിച്ച് പിന്നെ ഒരു ബെറുങ്കൊള്ളിയും വെച്ച് അടുപ്പ് നല്ലോണം കത്തിച്ചുണ്ടാക്കിട്ടോ. കത്തി പിടിച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ നേരെ ആ ചട്ടിയുടെ തീമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് വെള്ളം പാർന്നിട്ട് പിന്നെ കുറച്ച് നേരം മൂടി വെച്ചാട്ട് നല്ലോണം തിരിച്ചെത്തിച്ച് വേവിച്ച് കേട്ടോ. ഇനി ഇതിക്ക് ചെറുപയർ വിട്ടു കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടിനും കുറച്ചൊക്കെ വേവുള്ളതുകൊണ്ട് നല്ലോണം തിരിച്ചെത്തിച്ച് മൂടി വെച്ചതാണ്. പിന്നെ ഞാൻ നേരെ തിരുമ്പി കുളിച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ കുറച്ച് തലട്ടോ ഉണ്ടാക്കി. പിന്നെ തലേന്ന് ഇട്ടെടുത്ത് ഇനിയൊക്കെ തിരുമ്പാണ്ടായി കേട്ടോ. അത് തിരുമ്പാൻ വേണ്ടി പോകാൻ നേരത്താണ് നമ്മളെ പെരേക്ക് ഈ മറ്റേ ബോട്ടിൻ്റെ ലിസ്റ്റുമായിട്ട് വരുമല്ലോ, SIRൻ്റെ ഫോം, അതുമായിട്ട് വന്നതിന് കേട്ടോ ഒരാൾ. അപ്പം ഞാൻ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. എൻ്റെ പേരൊന്നും ആൾ വന്നപ്പോൾ അതിലില്ല. ഇനിയിപ്പോൾ ഞാൻ പാകിസ്ഥാൻക്കറ്റ പോകേണ്ടി വരുമോ, പക്ഷെ പൊടിയില്ല. അത് കഴിഞ്ഞ് അയാൾ പോയിട്ട് അയാളെ പണിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ തിരുമ്പാൻ വേണ്ടി എൻ്റെ പണിക്ക് ഞാനും പോന്നിട്ടോ. അപ്പോൾ കീസെ കജ്ജിട്ട് നോക്കിയപ്പോൾ ഒരു 10 റുപ്യ ഇട്ടോ. നിങ്ങൾക്ക് ആർക്കും കിട്ടേണ്ട. അങ്ങനെ തിരുമ്പാൻ നേരത്തെ കീസെ കജ്ജിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ചില്ലറ. അങ്ങനെ തിരുമ്പിക്കുളി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആ കയലുമ്മൽ തൂക്കിട്ടോ. പിന്നെ നിസ്കരിച്ച് പിന്നെ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളതൊക്കെ കൂട്ടാനൊക്കെ ബന്ധുണ്ടാവും കേട്ടോ. അതിനത്ര നേരമായിന്. പിന്നെ ഞാൻ നേരെ തൂമ്പിച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ചീരുള്ളി എരിഞ്ഞുണ്ടാക്കിട്ടോ. പിന്നെ നേരെ ചീഞ്ചട്ടി അടുപ്പത്ത് കയറ്റിച്ചാട്ട് തൂമ്പിച്ചുണ്ടാക്കിട്ടോ. പിന്നെ ചോറ് വിളമ്പി നേരെ പോയിട്ട് അപ്പോൾ തന്നെ തൈരും പിന്നെ കാബേജിൻ്റെ ഉപ്പേരിയും കോഴിച്ചാറും പിന്നെ പപ്പടം പൊരിച്ചതും പിന്നെ നമ്മളെ കൂട്ടാനും കേട്ടോ, ചക്കൻ്റെ കൂട്ടാൻ. അതൊക്കെ കൂടിയും കൂട്ടിയായിട്ട് ഉച്ചക്ക് നല്ലൊരു ചോറിട്ട് അടുത്ത് തിന്നിട്ടോ. എന്താ മക്കളെ സുഖം. പള്ളക്ക് നല്ല റാഹത്താണ് ഇങ്ങനെയൊക്കെ കൂട്ടാനുണ്ടാകുമ്പോൾ. അങ്ങനെ പള്ളറിഞ്ഞ് നീച്ചപ്പോഴാണ് കേട്ടോ വണ്ടി സർവീസിന് കൊടുക്കാനായത് ചോറ് വന്നത്. അപ്പോൾ ഞാൻ അരീക്കോട് TVS ഒക്കെ നേരെ വണ്ടിയും കൊണ്ട് വിട്ടേ. പോണതിൻ്റെ ഇടയിൽ ചെറിയൊരു മയപ്പാറ്റലുണ്ടായി കേട്ടോ. അങ്ങനെ എൻ്റെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തായിട്ട് ഞങ്ങൾ ചങ്ങായിൻ്റെ വണ്ടി മേലെ തിരിച്ച് പോന്നിട്ടോ. അപ്പോൾ എൻ്റെ വണ്ടിക്കൊരു ബീപ്പുട്ടൽ. അപ്പോൾ ആ ബീപ്പുട്ടൽ കാണിച്ചാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക്ഷോപ്പിലും കൂടെ കയറിയിട്ടോ.
അങ്ങനെ അതൊക്കെ സെറ്റാക്കി നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ ഓൻ്റെ പീടികയിൽ പോകുന്ന കുറച്ച് നേരം കുത്തിർന്നിട്ട് തൊള്ളിയും കാട്ടി. ഓനാണെങ്കിൽ എന്നും പരാതി എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്നിട്ടോ. അപ്പോൾ ആ പരാതി തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഓൻ്റെ പീടികയിൽ കയറി കുത്തിർന്നാട്ട് തന്നെ ഓൻ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടോ കുടിച്ചാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള മറ്റേ പൈസ കൊടുത്ത് വാങ്ങണ വെള്ളം ഉണ്ടാവില്ലേ, അത് എടുത്തുകൊണ്ട് വന്നിട്ടോ. എന്താ ഓൻ്റെ ഒരു സ്നേഹം, പെരേ കയറിയാലും കൂടി ഇച്ചേക്ക് സ്നേഹിക്കൂല. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാ കീടങ്ങളും ഉണ്ടായിട്ട് അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കുത്തിർന്ന്. അങ്ങനെ ചേച്ചി അവിടെ കളക്ഷനും വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ചേച്ചിനെയും സുധിയേട്ടനെയും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇനിയിപ്പോൾ ആർക്കും പരാതി ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ഷവർമ ഓർഡർ ചെയ്തിട്ട് ഷവർമ തന്നിട്ടോ പള്ളയെ പൈസപ്പം. പിന്നെ ഇവിടെ കണ്ണൊക്കെ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ മാണ്ടിയോലൊക്കെ ഉണ്ട് പോയിട്ടോ. തമാം കണ്ണാശുപത്രി അരീക്കോടാണ്. അങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ആ TVS ബുളി വന്നിട്ട് നമുക്ക് വണ്ടിയൊക്കെ തേച്ചൊക്കെ നന്നാക്കിയിട്ട് മാണേ ബന്ധം കൊണ്ടുപോയിക്കോളി അറിഞ്ഞിട്ടോ. അങ്ങനെ വണ്ടി എടുത്തായിട്ട് പിന്നെ പോകുന്നത്. പിന്നെ നേരെ ഓൻ്റെ വീഡിയോയിൽ തന്നെ കുറച്ച് നേരം കൂടി ബന്ധം കുത്തിർന്നിട്ടോ. അപ്പോഴാണ് വാച്ചിലെ സമയം നോക്കിയപ്പോൾ സമയം തെറ്റാന്ന് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഞാൻ വാച്ച് വീഡിയോ കൊണ്ടുപോയി എടുത്തായിട്ട് പിന്നെ പള്ളിയിൽ പോയിട്ട് നേരെ പള്ളിയിൽ പോയി കുറച്ച് നേരം അസറും നിസ്കരിച്ച് മഗ്‌രിബും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ അയാളോട് അങ്ങനെ പോകുന്നത് കഴിഞ്ഞിട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിക്കൊന്ന് ഇറങ്ങി പോന്നിട്ടോ. പള്ളിക്കൊന്ന് ഇറങ്ങി പോകുന്ന വാച്ചും വീഡിയോ കയറിയൊക്കെ ഇപ്പോൾ മൂപ്പര് അറിഞ്ഞിട്ട് നന്നാക്കാൻ കജ്ജ ഉണ്ടാവില്ല, ഒരു ദിവസം കജ്ജുന്ത് കിട്ടണമെങ്കിൽ പറഞ്ഞിട്ടോ, അതിൻ്റെ മെഷീൻ മാറ്റണം പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനത് അവിടെ കൊടുത്ത് പോന്നിട്ടോ. പിന്നെ നേരെ പെരയിലെത്തി. അപ്പോൾ തന്നെ ഏകദേശം ഏസാൻ കൊടുത്തിന്. പിന്നെ നിസ്കാരം ചോറായിപ്പോ കഴിഞ്ഞ് കിടന്നുറങ്ങിട്ടോ.